ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 നടന്ന ഒരു എക്സാമിൻ്റെയാണ്. അതായത് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്. സോ ഇതിൽ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് GK ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി മറ്റേ എക്സാമുകൾക്ക് നോർമൽ കാറ്റഗറി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പഠിക്കേണ്ട കുറച്ച് GK കാര്യങ്ങളൊക്കെ എന്തുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 1 മുതൽ 20 വരെയാണ് ഇതിലെ GK പാർട്ട് വരുന്നത്. അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറബിക് ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും മറ്റ് എക്സാമുകൾക്ക് നോർമൽ PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പോകുന്നത് എപ്പോഴും ഉപകാരപ്പെടാറുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ്. അതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു എക്സാമുകൾ നോക്കിക്കഴിയുമ്പോൾ, പേപ്പറുകൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻസ് കാരണം ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും മിക്കവാറും ജനറൽ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. ക്ലിയർ ആണ്. സോ ഇതുപോലുള്ള ഫുൾ ടൈം അല്ലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എക്സാമുകളൊക്കെ ഒത്തിരി നടക്കാറുണ്ട്. അത് പല ലാംഗ്വേജുകളിൽ നടക്കാം. പല ലാംഗ്വേജ് എന്ന് വെച്ചാൽ അറബിക്ക്, അതേപോലെ ഉറുദു, അങ്ങനെയുള്ള ലാംഗ്വേജുകളിലൊക്കെ നടക്കുമ്പോഴൊക്കെ അതിൽ GK ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മിക്കവാറും അതിൽ സാഹിത്യവും പൊളിറ്റിയും ഒക്കെയാണ് മെയിനായിട്ട് കാര്യം വരാറുള്ളത്. സോ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഒരു ജനറൽ PSC നോക്കുന്ന ആളുകൾ എന്തായാലും നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരാറുള്ളത്. എന്തായാലും നമുക്കിതിൽ 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് 2 പാർട്ടായിട്ട് ചെയ്യാണ്. അതായത് ആദ്യത്തെ പാർട്ടിൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും, രണ്ടാമത്തെ പാർട്ടിൽ 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ആദ്യത്തെ പാർട്ടാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അറിയാവോ എന്നുള്ളത്, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം ആൻസർ പറയുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, കുറേയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് വന്നില്ല, പക്ഷേ ഒരു ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, ഇത് പ്രീവിയസ് ആണ്, ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ ചോദിച്ചു. ദ ഓതർ ഓഫ് 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന ബുക്കിൻ്റെ ഓതർ, രചയിതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്നുള്ള ബുക്കിൻ്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. EMS ആണ്. EMS എനിക്കറിയാം, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് PSC ഇപ്പോൾ ഓൾറെഡി ചോദിച്ചു. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു കണക്ഷൻ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ മലയാളികളെ ഒക്കെ ഇപ്പം പല കാര്യങ്ങൾക്കും പറ്റിക്കാൻ പാടാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. മലയാളികളെ നോർമലി പറ്റിക്കാന്ന് വെച്ചാൽ ഒരു പാടായിട്ടുള്ള കാര്യം, ജസ്റ്റ് ഒന്ന് ഒരു ഫാക്റ്റ് ഓർത്തൊക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും, അവിടെ കിട്ടും. ഓക്കെ, അതായത് കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റിക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ഓർത്ത് കേട്ടോ. അത് കണക്ഷൻ അവിടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സാം ആണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ ടൈമിൽ അത് കത്തും. അതങ്ങനെയാണ് കണക്ഷൻ കൊടുത്ത് പഠിക്കുമ്പോൾ ഗുണം. ഇനി EMS ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, EMS നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അതേപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഇന്ത്യയിലെ തന്നെ വരുന്ന ആരാണ്, കേരളത്തിലുള്ള EMS ആണ്. പൂർണ്ണ നാമം ഓർത്ത് വെക്കണം കേട്ടോ. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഫുൾ നെയിം. അത് ഓർത്ത് വെക്കണം. അത് മുമ്പ് കുറച്ച് കാലം മുമ്പ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു പേരിലെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് EMS ആണെന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാവണത്. ഇനി ഒരു പത്രം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്, അതാണ് പ്രഭാതം. അപ്പോൾ മലയാളികൾ മിക്കവാറും പ്രഭാതത്തിലായിരിക്കും എന്ത് ചെയ്യുക, പത്രങ്ങൾ വായിക്കുക. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രഭാതം എന്നുള്ള പത്രം, മലയാളികൾ 1.25 കോടി മലയാളികൾ, EMS. അപ്പോൾ ആ ഒരു കണക്ഷൻ മൊത്തത്തിൽ അവിടെ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് വരും. ഇനി ഇദ്ദേഹം 1935 എന്തായിട്ടുണ്ടായിരുന്നു, KPCCൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റാണ്. കാരണം KPCCയിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ, EMS ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അറിയാത്ത ഒരാൾക്ക് എക്സാം ആളിൽ ഇതൊരു ഫാക്റ്റായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഡൗട്ട് അടിക്കും. സോ 1935 എന്ത് ചെയ്തിട്ടുണ്ട്, KPCCൻ്റെ സെക്രട്ടറി സ്ഥാനം ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വരുന്നതാണ് ഏതൊക്കെ, കേരള മലയാളികളുടെ മാതൃഭൂമി. ഓർത്തോക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 1.25 കോടി മലയാളികൾ, അതിപ്പോൾ ചോദിച്ചു. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പെസാൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള. ഈ 3 ബുക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ട് എടുത്ത് ചോദിക്കുന്ന ബുക്കുകൾ. കേരള മലയാളികളുടെ മാതൃഭൂമിയും ഓർത്തോക്കണം, അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഏത്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസാൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ എന്താ, ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ ഓഫ് ഡാഷ് വാസ് വൺ ഓഫ് ദ ഏർലി സ്ട്രഗിൾസ് ടു പ്രൊട്ടക്ട് സോഷ്യൽ ജസ്റ്റിസ്. ഞാൻ മലയാളം പറഞ്ഞുതരാം. നിങ്ങൾ LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. മലയാളത്തിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ, മാറുമറക്കൽ സമരം. അത് എവിടെയാണ് നടന്നതെന്നുള്ളതാണ്. അതായത് സാമൂഹികമായിട്ട് ഉന്നതിക്ക് വേണ്ടി നടന്ന ഒരു സമരമാണ് ഇത്, മാറുമറയ്ക്കൽ സമരം.
അത് എവിടെയാണ് നടന്നത് കേട്ടോ. ഇത് കുറച്ചുകൂടി എന്താണ് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫാക്റ്റിലേക്ക് പോയി കുറച്ചുകൂടി. നോർമലി മാറുമാറക്കൽ സമരത്തിൻ്റെ ഇങ്ങനെയല്ല ചോദിക്കാറ്. അത് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കണക്റ്റിൻ്റെ ഫാക്ട്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? നിങ്ങളൊന്ന് പോസിറ്റീവ് ഗസ് ചെയ്യാൻ പറ്റും നോക്ക്. ഇതിൽ ട്രാവൻകൂർ എന്നുള്ള കുറച്ചൊക്കെ ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഓപ്ഷൻ സിയും ഡിയും രണ്ടെണ്ണം ഉണ്ട്. ഏതാ? സൗത്ത് ട്രാവൻകൂർ, നോർത്ത് ട്രാവൻകൂർ. അതിൻ്റെ ആൻസർ വരുന്നത് സൗത്ത് ട്രാവൻകൂർ കേട്ടോ. സൗത്ത് ട്രാവൻകൂർ. അത് ബ്രസ്റ്റ് ക്ലോത്ത് എന്നുള്ളതിൽ തന്നെ ഉണ്ടത്. സൗത്ത് തിരുവിതാംകൂർ കണ്ടോ, സൗത്ത് ട്രാവൻകൂർ. ബ്രസ്റ്റ് എന്നുള്ളതിൽ ബ്രസ്റ്റ് ക്ലോത്ത് എന്നുള്ളതിൻ്റെ ലാസ്റ്റ് എടുക്കുമ്പോൾ തന്നെ സൗത്ത് ട്രാവൻകൂർ എന്നുള്ളത് അവിടെ കിട്ടും, ആ ഒരു കണക്ഷൻ. എന്നാൽ നിങ്ങൾ ഓർത്തുവെക്കണേ, സൗത്ത് ട്രാവൻകൂർ ആണെന്നുള്ളത് ഓർത്തുവെക്കണം. ചാനാർ ലഹള എന്നാണ് പൊതുവേ എന്തറിയപ്പെടുക, ഈ മാറുമറക്കൽ സമരം അറിയപ്പെടുന്നത്. കാരണം എന്താ? ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായിട്ട് നടന്ന സമരമാണ് ഇത്, ഈ ചാനാർ ലഹള എന്നുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. ഓക്കെ, രണ്ട് പേര് വേറെ വ്യത്യസ്ത പേര് കണ്ട് ഏതൊക്കെയാണ്? മേൽമുണ്ട് സമരം, അതേപോലെ തോൾശീലൈ സമരം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി എപ്പോഴാണ് നടന്നത്? 1822 മറന്നു വരുന്നത്. 1822 മേൽമുണ്ട് ഇത് ഒരു ഇയറിൽ നടക്കുന്ന കാര്യമല്ല, കുറേ കാലങ്ങളോടെടുത്ത് നടക്കുന്നതാണ്. അപ്പോൾ 1822 ഇതിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. സോ അത് അല്ലാതെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കാറുണ്ട്. അത് വൈകുണ്ഠസ്വാമികളാണ്. അത് അദ്ദേഹം നേതൃത്വം കൊടുത്തത് എപ്പോഴാണ്? 1822 കേട്ടോ. ഇനി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറക്കാൻ അനുവാദം നൽകിയ ദിവാനാണേത്? കേണൽ മൺറോ. ക്രിസ്തു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറക്കാനുള്ള അനുവാദം കൊടുത്തത് കേണൽ മൺറോ ആണ്. ഓക്കെ, അതും ഓർത്ത് നോക്കുക. ഇനി എപ്പോഴാണ് മറക്കാനുള്ള അനുവാദം? തിരുനാൾ, അതായത് ഉത്രം തിരുനാളാണ് കൊടുക്കുന്നത്. അപ്പോൾ വസ്ത്രം എന്നുള്ള രീതിയിൽ അതുമാണ് ഓർത്ത് വെക്കുക. അല്ല, വസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൊടുത്തത് ആരാ? ഉത്രം, വസ്ത്രം എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ അത് കിട്ടും. ഈ ഡേറ്റ് വിത്ത് എന്താണ്, ഇയർ നിർബന്ധമായിട്ട് പഠിക്കണം. എന്താണ്? 1859 ജൂലൈ 26 കേട്ടോ. ജൂലൈ 26 അന്നാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നത്? ചാനാർ സ്ത്രീകൾക്ക് മറക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. മറന്നുപോയത് ഇമ്പോർട്ടൻ്റ് ഇയർ ആണ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാനാർ ലഹളയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഫാക്ട്സ് ആണ് തന്നിരിക്കുന്നതൊക്കെ. ഇനി മൂന്നാമത്തെ എന്താ? ആത്മാനുതാപം. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആത്മാനുതാപം ഈസ് റിട്ടൺ ബൈ. ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്ക്, അറിയാവുന്നുള്ളത്. ആത്മാനുതാപം മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ, അതായത് ചവറയച്ചെന്ന് നമ്മൾ വിളിക്കുന്ന ആ സാമൂഹ്യ പരിഷ്കർത്താവ് എഴുതിയ ബുക്കാണ് ഏത്? ആത്മാനുതാപം. ആത്മാനുതാപം എന്നുള്ളത്. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ മുമ്പ് എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നപ്പോൾ ആത്മാനുതാപം ആ ലാസ്റ്റ് വേർഡ് എടുത്താൽ തന്നെ ഒരു അപ്പം എന്നുള്ളത് കിട്ടും. പൊതുവേ ക്രിസ്ത്യൻസിനാണ് ഈ അപ്പം എന്നുള്ളതിലെ കള്ളപ്പം, ഉത്തപ്പം എന്നുള്ള രീതിയിലൊക്കെ അവിടെ ക്രിസ്ത്യൻസിൻ്റെ വിഭവങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട്. സോ ഇതൊരു ക്രിസ്ത്യൻ ആളാണ് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓപ്ഷൻ ABCD കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്കത് കത്തും ആരാണെന്നുള്ളത്. കാരണം ഒരാളെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അവിടെ. ഇനി ചവറയച്ചനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഒന്ന് പറയാം. ഒന്ന്, പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ചവറയച്ചനാണ്. ഓക്കെ, അതേപോലെ പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നതും ആരാണ്? ചവറയച്ചനാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് 2 പുസ്തകങ്ങൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാനുണ്ട്, നിർബന്ധമായിട്ട് പഠിക്കണേ. ചവറയച്ചൻ്റെ 2 ബുക്കുകൾ മറ്റുള്ള ഏതൊക്കെയാണ്? ഒന്ന് അനസ്താസിയുടെ രക്തസാക്ഷിത്വം, അതേപോലെ ധ്യാന സല്ലാപങ്ങൾ. ആദ്യം പഠിച്ച ഏതായിരുന്നു? ആദ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്തായിരുന്നു? ആത്മാനുതാപം കേട്ടോ. ആത്മാനുതാപം കൂടാതെ പഠിക്കേണ്ട 2 ബുക്കുകൾ ഏതൊക്കെയാണ്? അനസ്താസിയുടെ രക്തസാക്ഷിത്വം, അതേപോലെ ധ്യാന സല്ലാപങ്ങൾ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ മെയിൻ തീം ഓഫ് ദി ഡ്രാമ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ കൺസെപ്റ്റ്, തീം എന്താണ്, വിഷയം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അടുക്കള എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അരങ്ങത്തേക്ക് വരുവാണ്. അപ്പോൾ എന്താ അതിൻ്റെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. അതായത് ഇൽ ട്രീറ്റ്മെൻറ്റ് മെറ്റഡ് ഔട്ട് ടു ദി നമ്പൂതിരി വുമൺ. അതായത് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എന്താണ് പീഡനങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു തീമാണ് ഇതിൽ വരുന്നത്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കിൽ വരുന്നത്. ആരാ എഴുതിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ചോദിക്കാറുണ്ട്? VT ഭട്ടതിരിപ്പാട് കേട്ടോ. VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 1931 യാചനയാത്ര നടത്തിയത് ആരാണ്? VT ആണ്. VTയുടെ ആത്മകഥയാണ് ഏത്? കണ്ണീരും കിനാവും. ചോദിക്കാറുണ്ട്, ചെറിയ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. ആത്മകഥയാണ് ഏത്? കണ്ണീരും കിനാവും എന്നുള്ളത്. ഓക്കെ, അത് ഓർത്തുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? In 1930s, hunger strike was organized under the leadership of A.K. Gopalan from dash to dash.
അതായത് 1936 എ കെ ജി പട്ടിണി ജാഥ, അതാണ് ഹങ്ങർ സ്ട്രൈക്ക്, എവിടെ നിന്ന് എവിടം വരെയാണ് നടത്തിയെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? എവിടെയാണ്? നിങ്ങളത് വീഡിയോ പോസ് ചെയ്തിട്ട് പറഞ്ഞു നോക്കുക, എവിടെ മുതൽ എവിടം വരെയാണ്. നല്ല ക്വസ്റ്റ്യനാണ്, കോമൺ ആയിട്ട് പട്ടിണി ജാഥ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ആൻസർ വരും ഏതാ? കണ്ണൂർ ടു മദ്രാസ് കേട്ടോ, കണ്ണൂർ ടു മദ്രാസ്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓർത്തുവെക്കാൻ, പട്ടിണി എന്നുള്ളത് ഓർത്തുവെക്കാൻ നിങ്ങൾക്ക്, പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെയാണ് നടന്നതെന്നുള്ള ഓർത്തുവെക്കാൻ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർത്തുവെക്കാമെന്ന് പറഞ്ഞുതരാം. ഒന്ന് മദ്രസയിൽ പഠിക്കുമ്പോൾ അല്ലേ, അതേപോലെ LKG കുട്ടികളെ ഒക്കെ രാവിലെ എണീറ്റ് പട്ടിണിയായിട്ടാണ് പോകുന്നത്, ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മദ്രാസും കിട്ടും, LKG എന്നുള്ളതിൽ AKG ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അവർ പോകുമ്പോൾ മിക്കവാറും എന്തുണ്ടാവില്ല, കണ്ണ് തുറക്കുകയും ചെയ്തിട്ടല്ല, അത്രയും എന്താണ് രാവിലെ എണീറ്റിട്ടാണ് ഈ കുട്ടികളൊക്കെ പോകുന്നത്, മദ്രസയിലും LKG കുട്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ കണ്ണൂർ ടു മദ്രാസ് എന്നുള്ളത് കിട്ടും. ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ, ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് കോഡാണല്ലോ, കോംപ്ലിക്കേറ്റഡ് കോഡല്ല. എക്സാം ആൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കോഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കിട്ടും. അതങ്ങനെയാണ് വർക്കാവുക കേട്ടോ. എനിക്ക് വർക്കായിട്ടുണ്ട്, എല്ലാവർക്കും വർക്കാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഞാൻ വേണമെങ്കിലൊന്ന് ചോദിക്കാം, പട്ടിണി ജാഥ എവിടെ മുതൽ എവിടം വരെയാ? പട്ടിണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ണ് കാണില്ല. അതേപോലെ മദ്രാസ എന്നുള്ളതും കിട്ടും. അപ്പോൾ മദ്രാസ് കണ്ണൂർ എന്നുള്ളത് അവിടെ കിട്ടും. ഇനി ആരാ നടത്തിയെന്നെങ്ങാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി LKG എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ AKG അത് ഓർമ്മ വരും. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത് പഠിക്കണം. കാരണം ഈ ജാഥകളെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് 1931 യാചനയാത്ര, VT പട്ടത്തിൽ പാട് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു. പട്ടിണി ജാഥ 1936 AKG. അതേപോലെ സവർണ്ണ ജാഥ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 1924 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ, മന്നത്ത് പത്മനാഭൻ. ഇനി ജീവശിഖ ജാഥ 1959 മന്നത്ത് പത്മനാഭൻ. രാജധാനി യാത്ര അല്ല ജാഥ അക്കമ്മ ചെറിയൻ, ഒക്കെ ചോദിക്കാറുണ്ട്. യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, ഞാൻ വെറുതെ എടുത്ത് ഇട്ടതല്ല. സ്ഥിരം വരുന്ന, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ജാഥകളാണ് ഈ തന്നിരിക്കുന്നതൊക്കെ. ഇനി AKG പറ്റി പറയുകയാണെങ്കിൽ ഒരു 2 ഫാക്ട് കൂടി കേട്ടോ. AKG ആണ് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. 1960 അദ്ദേഹം വേറെ യാത്ര നടത്തിയിട്ടാണ് ഏതാ? കർഷക ജാഥ. എവിടെ മുതൽ എവിടം വരെ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിലെ കർഷകരുള്ളത് എവിടെയൊക്കെയാണ്? കേരളം ഒട്ടാകെ ഉണ്ട് കർഷകർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം, അതായത് തെക്ക് മുതൽ വടക്ക് വരെ കർഷകരുണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ഏത്? AKG എന്നുള്ളത് കേട്ടോ, മറന്നു വരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, AKG ആണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, എ ഹൈലൈറ്റ് ഓഫ് ഡാഷ് വാസ് ദി സവർണ്ണ ജാഥ ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. അതായത് മന്നത്ത് പത്മനാഭൻ സവർണ്ണ ജാഥ നടത്തിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സവർണ്ണ ജാഥ? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, ഇതാ സവർണ്ണ ജാഥ ഉണ്ട്. സവർണ്ണ ജാഥ ഇതാ മന്നത്ത് പത്മനാഭനാണ്, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. എന്നാൽ ഞാൻ പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, സവർണ്ണ ജാഥയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളത്? നടന്ന ഇയർ വിത്ത് ഡേറ്റ് 1924 നവംബർ 1 സവർണ്ണ ജാഥ. അതായത് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണിത്, ഈ സവർണ്ണ ജാഥ. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ആരാ നിർദ്ദേശം നൽകിയത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഇയറും ഡേറ്റും ഓർത്തോക്കണേ, 1924 നവംബർ 1. ഇനി സവർണ്ണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നിവേദനം കൊടുത്ത ആർക്കാണ് ചോദിക്കാറുണ്ട്? സേതു ലക്ഷ്മിബായിക്കാണ് നിവേദനം കൊടുത്തത്. ഇനി അതേപോലെ ഇതേ രീതിയിൽ സവർണ്ണ ജാഥ വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. എവിടെയാണ്? MV നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം വരെ. ഓക്കെ, അതായത് ഇങ്ങനെ ചോദിക്കാതെ, അതായത് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം വരെ സവർണ്ണ ജാഥ നയിച്ചത് ആര്? MV നായിഡു. അല്ലെങ്കിൽ ME നായിഡു ആണ്. ME നായിഡു സവർണ്ണ ജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടം വരെ? നാഗർകോവിൽ ടു തിരുവനന്തപുരം. അപ്പോൾ ഓർത്ത് നോക്കണം, ഈ ഫാക്ട്സുകളൊക്കെ അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം? പഠിച്ചോണം. ഇനി അടുത്തത് 7. ദ മെമ്പേഴ്സ് ഓഫ് സവർണ്ണ ജാഥ കെയിം ടു തിരുവനന്തപുരം ആൻഡ് സബ്മിറ്റഡ് ദെയർ ഡിമാൻഡ് ബിഫോർ ദ റൂളർ. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് സവർണ്ണ ജാഥ നയിച്ചിട്ട് അവർ തിരുവനന്തപുരത്ത് എത്തിയിട്ട് അത് ആർക്കാണ് സമർപ്പിച്ചതെന്നാണ് ചോദിക്കുന്നത്. ആർക്കായിരുന്നു? തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്കാണ് സമർപ്പിച്ചത്? സേതു ലക്ഷ്മിബായിക്കാണ്. കണ്ടോ, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കുകയാണ്. സേതു ലക്ഷ്മിബായി, ഓപ്ഷൻ C ആണ്. ഓക്കെ, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം സവർണ്ണ ജാഥേൻ്റെ എല്ലാ ഫാക്ടറുകളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇരയിമ്മൻ തമ്പി കമ്പോസ്ഡ് 3 ഫേമസ് ആട്ടക്കഥ. അതായത് ഉത്തരാ സ്വയംവരം, കീചകവധം. അതായത് 3 ആട്ടക്കഥകൾ ഇരയിമ്മൻ തമ്പി എഴുതിയിട്ടുണ്ട്. അതിൽ 2 തന്നിട്ടുണ്ട്. 3ാമത്തെ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഉത്തരാ സ്വയംവരവും കീചകവധവും, പിന്നെ എന്താ? ദക്ഷയാഗം. ഓക്കെ, ദക്ഷയാഗം. ഇതാണ് ദക്ഷയാഗം. ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. 3 ഇരയിമ്മൻ തമ്മിയുടെ ആട്ടക്കഥകളാണ് കേട്ടോ.
എന്താ ഈ ആട്ടക്കഥ? ആട്ടക്കഥ ഒരു പ്രത്യേകത. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാ? ആട്ടക്കഥയാണ് കേട്ടോ, ആട്ടക്കഥ. ഇനി മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? രാമനാട്ടം. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ എന്നാണെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ്. ഇനി മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ ആരാ എഴുതിയത്? ഉണ്ണായി വാര്യർ. മറന്നുകൊണ്ടേ, നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. അടുത്തത് 9, എ ഫേമസ് പോയം ബാലികാമതം റിട്ടൺ ബൈ. ബാലികാമതം എന്നുള്ള പോയം ആരാണ് എഴുതിയിരിക്കുന്നതാണ്? സർദാർ KM പണിക്കർ. ഓക്കെ, സർദാർ KM പണിക്കറാണ്. KM പണിക്കർ നിങ്ങൾക്ക് അറിയാലോ. സർദാർ KM പണിക്കറുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കുണ്ട്, ഏതാ? കേരള സിംഹം. കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചത് ആരാ? സർദാർ KM പണിക്കറാണ്. അതായത് ആരെ ഉദ്ദേശിച്ചാണ്? പഴശ്ശിരാജയുടെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് രചിച്ച ബുക്കാണിത്, കേരള സിംഹം. സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ അല്ലാതെ തന്നെ നിങ്ങൾ ഓർത്തുക്കണം, കാരണം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു അല്ലേ? ആരുടെ നേതൃത്വത്തിലുള്ള? ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ അംഗമായിരുന്നു ഈ KM പണിക്കർ. മറന്നു വരുതേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതനുസരിച്ചാണ് ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്? സംസ്ഥാനങ്ങളെ വിഭജിച്ചത്. KM പണിക്കർ ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റിയാണ്, മറന്നു വരുന്നത്. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? KM പണിക്കർ തന്നെയാണ്. ഇനി 10, ഹൂ ഈസ് ക്രെഡിറ്റഡ് വിത്ത് റൈറ്റിംഗ് സംസ്കൃത മഹാകാവ്യ? വിശാഖ വിജയം എന്നുള്ള സംസ്കൃത മഹാകാവ്യ ആരാ എഴുതിയിരിക്കുന്നതാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഓക്കെ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് വിശാഖ വിജയം എഴുതിയിരിക്കുന്നത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനും ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വിളിപ്പേരുണ്ട്. എന്താ? സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് അറിയാവുന്നൊന്ന് ജസ്റ്റ് നോക്ക്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ വിളിപ്പേര് കേരള കാളിദാസൻ കേട്ടോ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അതായത് കാളിക്കൊക്കെ നമ്മൾ ബലി കൊടുക്കുകയാണെങ്കിൽ, കാളിക്ക് ബലി കൊടുക്കുകയെന്നൊക്കെ പറയാറില്ലേ, ആ വലിയ കോഴിയെ നൽകണം എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വലിയ കോയി തമ്പുരാൻ കാളിദാസൻ, കേരള കാളിദാസൻ എന്നറിയപ്പെടും എന്നുള്ളത് എന്ത് ചെയ്യും? അവിടെ കിട്ടും. എന്നാലും അടുത്തൊരു 10, 11 മുതൽ 20 റോസ് നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.